ഹലോ എവ്രി വൺ, വെൽക്കം ടു ASAP. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോശം അല്ലെങ്കിൽ സെല്ല് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ ജനറൽ PSC എക്സാം തൊട്ടിട്ട് HSST എക്സാമിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ് അല്ലേ. സോ സെല്ല് അല്ലെങ്കിൽ കോശം എന്താണ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സെല്ല് അല്ലെങ്കിൽ കോശം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലേ. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റിനെയാണ് നമ്മൾ സെൽ അല്ലെങ്കിൽ കോശം എന്ന് വിളിക്കുന്നത്. സോ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് കോൾഡ് സെൽ. ഒരു ജീവന്റെ ഏറ്റവും ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തിനെയാണ് നമ്മൾ കോശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ടോപ്പിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കോശത്തിൻ്റെ പല പല ഫീച്ചേഴ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേര്. കേട്ടറ്റ്, സെറ്റ്, നെറ്റ് പോലുള്ള എക്സാംസിനും ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, ദെൻ സൈറ്റോളജി, കോശ പഠനത്തിനെ നമ്മൾ പറയുന്ന പേരാണ് സൈറ്റോളജി. കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി എന്നൊക്കെ അറിയപ്പെടുന്ന ടേം ആണ്, അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. സോ ഇവിടെ സൈറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തിനെങ്കിലും കൂടെ ലോജി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റഡി ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ സൈറ്റ് എന്ന് പറഞ്ഞ പദത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് കോശം എന്നാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു വാക്കിന്റെ കൂടെ സൈറ്റ് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു കോശത്തിന്റെ പേരാണ് എന്ന് ഓർത്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, മയോസൈറ്റ്. മയോസൈറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. മയോസൈറ്റ് എന്ന് പറഞ്ഞാൽ പേശീകോശങ്ങളെ വിളിക്കുന്ന പേരാണ് മയോസൈറ്റ്, പേശീകോശം. സോ പേശീകോശം. സൈറ്റ് എന്ന് എവിടെയെങ്കിലും കാണുമ്പം അതെന്തുമായിട്ട് ബന്ധമുള്ളതെന്ന് ഓർക്കുക, കോശങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ളതാണ്. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ കോശ പഠനമാണ് എന്ന് കിട്ടി. ഇനി എന്താണ് സെൽ എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ്? ഇംഗ്ലീഷിൽ നമ്മൾ കോശത്തിന് സെൽ എന്നാണ് പറയുക. എന്താണ് അതിന്റെ മീനിങ്? സെൽ എന്ന് പറയുന്നത് ആക്ച്വലി സെല്ല എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് വരുന്നത്. സെല്ല എന്ന് പറഞ്ഞ ലാറ്റിൻ പദത്തിൽ നിന്ന് വന്ന ഒരു വാക്കാണ് സെൽ എന്ന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. മീനിങ് സ്മോൾ റൂം അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ് എന്നാണ് അർത്ഥം. ചെറിയ ചെറിയ അറകൾ എന്ന അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദമാണ് സെല്ല എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് സെൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അല്ലെങ്കിൽ സെല്ലിനെ കുറിച്ച് അറിയുന്ന സമയത്ത് നമ്മൾ ഒരാളെ കുറിച്ച് പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇതാണ് റോബർട്ട് ഹുക്ക്. എന്താണ് റോബർട്ട് ഹുക്കിന്റെ പ്രത്യേകത പഠിക്കേണ്ടത്? റോബർട്ട് ഹുക്ക് കോശത്തെ ആദ്യമായി കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്കാണ്. ആദ്യമായി കോശം നിരീക്ഷിച്ചത് അല്ലെങ്കിൽ കോശം ആദ്യമായി കണ്ടെത്തിയത് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ റോബർട്ട് ഹുക്ക് എന്നാണ് ആൻസർ വരുന്നത്. 1665 റോബർട്ട് ഹുക്ക് കോശത്തിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ കോശത്തിനെ കണ്ടുപിടിച്ചത് ഏത് വസ്തുവിലാണ്? അല്ലെങ്കിൽ നമുക്കൊരു പരീക്ഷണം പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു പരീക്ഷണ വസ്തു ആവശ്യമില്ലേ? സോ പരീക്ഷണത്തിന് വേണ്ടി അദ്ദേഹം കോശങ്ങളെ ആദ്യമായിട്ട് നിരീക്ഷിക്കുന്നത് ഓക്ക് മരങ്ങളിലാണ്, ഓക്ക് ട്രീസ്. റോബർട്ട് ഹുക്ക് തന്റെ കോശ നിരീക്ഷണം ആദ്യമായിട്ട് നടത്തുന്നത് ഓക്ക് ട്രീയിലാണ്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുക, നമ്മുടെ റോബർട്ട് ഹുക്കിന്റെ ലബോറട്ടറിയുടെ അടുത്ത് കുറച്ച് മരങ്ങളുണ്ട്, ഓക്ക് മരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഓക്ക് മരങ്ങളിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കുകയാണ്. ആ നിരീക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് കണ്ടു എന്നറിയോ? മൈക്രോസ്കോപ്പിൽ നോക്കിയ സമയത്ത് ഇതുപോലെ കുറെ അറകൾ ഇങ്ങനെ ആ ഒരു മൈക്രോസ്കോപ്പിന്റെ ഉള്ളിലൂടെ നിരീക്ഷിച്ചു. നമ്മുടെ തേനീച്ചക്കൂടൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു അറ കാണുന്നില്ലേ? അതുപോലെ അറകളെയാണ് നമ്മുടെ റോബർട്ട് ഹുക്ക് കാണുന്നത്. അപ്പൊ അറകളെ അദ്ദേഹം വിളിച്ച പേരാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സെല്ല എന്നുള്ള വാക്ക്. ഈ സെല്ല എന്നുള്ള വാക്കിൽ നിന്ന് ഇന്ന് നമ്മൾ എന്ത് വിളിക്കുന്നു? സെൽ എന്ന് പറഞ്ഞ ടേം ആക്കിയിട്ട് പറയുന്നു. ഓക്കെ, അപ്പൊ സെല്ല എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് സെൽ എന്ന് പറയുന്ന വാക്കും ആദ്യമായിട്ട് ഈ റോബർട്ട് ഹുക്കാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? 1665 ഈ പറഞ്ഞ കണ്ടെത്തലുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി സാധാരണയായിട്ട് നമ്മളൊരു പുതിയൊരു വസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്താറുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ റോബർട്ട് ഹുക്കും എന്ത് ചെയ്തു, ആദ്യമായിട്ട് കോശത്തിനെ ചിത്രീകരിച്ച പുസ്തകത്തിന്റെ പേരാണ് മൈക്രോഗ്രാഫിയ. റോബർട്ട് ഹുക്ക് കോശത്തെ ചിത്രീകരിച്ച പുസ്തകത്തിന്റെ പേരാണ് മൈക്രോഗ്രാഫിയ. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? ഓർത്തു നോക്കിയേ, റിവൈസ് ചെയ്ത് നോക്കാം. കോശത്തെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ റോബർട്ട് ഹുക്കാണ്. ഏത് വർഷം കണ്ടുപിടിച്ചു? 1665 കണ്ടുപിടിക്കുന്നത്. ദെൻ എന്തിലാണ് അദ്ദേഹം കോശത്തെ ആദ്യമായിട്ട് നിരീക്ഷിക്കുന്നത്? ഒരു ഓക്ക് ട്രീ, ഒരു മരത്തിലാണ്, ഓക്ക് ട്രീയിലാണ്. എന്ത് കണ്ടു? കുറെ അറകൾ കണ്ടു. എന്തു പേരാ ആദ്യം വിളിച്ചേ? സെല്ല എന്നുള്ള പേരാണ് വിളിച്ചത്. ദെൻ നമ്മളിപ്പോ അതിനെ സെൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, മലയാളത്തിൽ കോശം എന്നും പേരിട്ടു. ഇനി അദ്ദേഹം ആദ്യമായിട്ട് ഈ കണ്ടെത്തലുകളൊക്കെ ചിത്രീകരിച്ച പുസ്തകത്തിന്റെ പേരാണ് മൈക്രോഗ്രാഫിയ. അപ്പൊ ഓർത്തു നോക്കിയേ, സെൽ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ആദ്യമായിട്ട് ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മുന്നിലേക്ക് തുറന്നു തന്നത് നമ്മുടെ റോബർട്ട് ഹുക്കാണ്. അതുകൊണ്ട് തന്നെ റോബർട്ട് ഹുക്ക് അറിയപ്പെടുന്ന പേര് ഫാദർ ഓഫ് സൈറ്റോളജി. ഫാദർ ഓഫ് സൈറ്റോളജി എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് സൈറ്റോളജി. മലയാളത്തിലാണെങ്കിൽ നമുക്ക് കോശ പഠനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഓക്കെ, സൈറ്റോളജി, കോശ പഠനം. അപ്പൊ നമ്മൾ പറയും കോശ പഠനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഹുക്കാണ്. അപ്പൊ ഇത്രയും ടേംസ് കിട്ടിയോ? പണ്ടാണെങ്കിൽ നമ്മൾ കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് 1665 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം തീരുമായിരുന്നു. പക്ഷെ ഇപ്പം സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുമ്പോൾ റോബർട്ട് ഹുക്കുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ ഓക്ക് ട്രീനെ കുറിച്ചും ബാക്കിയുള്ള ടേംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കണക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കാര്യം ഇതേ ഓർഡറിൽ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, എക്സാമിന് നിങ്ങൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് റോബർട്ട് ഹുക്ക്, മൈക്രോഗ്രാഫിയ തുടങ്ങിയ ടേംസ് ആണ്. പക്ഷെ പ്രസ്താവനകളിൽ ഈ ഓക്ക് മരങ്ങളെ കുറിച്ചോ എന്തെങ്കിലും ടേംസ് ഇതൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, കണക്ഷൻസ് അറിഞ്ഞാൽ മാത്രമേ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ റോബർട്ട് ഹുക്ക് ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ റോബർട്ട് ഹുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു കോൺസെപ്റ്റ് കിട്ടി അല്ലെ, സെൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരുപാട് പേര് ഈ ഒരു പഠനം ഇങ്ങനെ മുന്നോട്ട് നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ രണ്ടാമത് നമ്മുടെ ലിസ്റ്റിലോട്ട് വരുന്ന അടുത്ത ആളാണ് ആന്റോവാൻ ലീവൻഹോക്ക് എന്ന് പറയുന്ന ആള്. ആന്റോവാൻ ലീവൻഹോക്ക്. ആന്റോവാൻ ലീവൻഹോക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ്, അതായത് 1670 ഈ ഒരു പഠനവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്, പുതിയൊരു കണ്ടുപിടുത്തം നടത്തുന്നത്. അപ്പൊ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആന്റോവാൻ ലീവൻഹോക്കുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യമാണ് നമ്മളോട് ചോദിക്കാന്ന് അറിയണം അല്ലെ. ആന്റോവാൻ ലീവൻഹോക്ക് എന്ന് പറയുന്നത് ജീവനുള്ള കോശം ആദ്യമായി നിരീക്ഷിച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ശ്രദ്ധിക്കുക, കോശം എന്ന് മാത്രമാണോ ചോദിച്ചത്, ജീവനുള്ള കോശം എന്നാണോ ചോദിച്ചത് എന്നുള്ളത് കറക്റ്റ് അണ്ടർലൈൻ ചെയ്യണം. ജീവനുള്ള കോശം നിരീക്ഷിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആന്റോവാൻ ലീവൻഹോക്ക് ആണ്. അപ്പൊ ഓർക്ക് നിങ്ങൾ ഈ ലൂവൻ എന്നുള്ളത് ലിവിങ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ലിവിങ് മീൻസ് ജീവനുള്ളത്. ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആന്റോവാൻ ലീവൻഹോക്ക്. 1670 ഈ ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നത്. റോബർട്ട് ഹുക്ക് ഓക്ക് മരങ്ങളിലാണ് നിരീക്ഷണം നടത്തിയതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആന്റോവാൻ ലീവൻഹോക്ക് ഒരു തുള്ളി വെള്ളത്തിലാണ് ഈ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. അപ്പൊ ആന്റോവാൻ ലീവൻഹോക്കിന്റെ പരീക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ഈ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്തിനായിരുന്നു? ഒരു ഡ്രോപ്പ് വാട്ടർ ആയിരുന്നു. ഒരു തുള്ളി വെള്ളം, ജസ്റ്റ് 1 ഡ്രോപ്പ് വാട്ടർ. ഒരു തുള്ളി വെള്ളം. അദ്ദേഹത്തിന്റെ ലബോറട്ടറിന്റെയോ വീടിന്റെയോ അടുത്ത് എങ്ങാണ്ട് ഒരു പോണ്ട് ഉണ്ടായിരുന്നു. പോണ്ട് എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, അല്ലെ, ഒഴുകുന്നില്ല. അതൊന്ന് ജസ്റ്റ് ഒരു തുള്ളി വെള്ളം എടുത്ത് അദ്ദേഹത്തിന്റെ മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കുന്നു. നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. എന്ത് സംഭവിച്ചു? അദ്ദേഹം മൈക്രോസ്കോപ്പിൽ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വേർഡ് എന്താണെന്നറിയോ? എ വേൾഡ് വിത്തിൻ എ വേൾഡ് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഈ വലിയ ലോകത്ത് ഈ ഒരു ഡ്രോപ്പ് വെള്ളത്തിന്റെ അകത്ത് മറ്റൊരു ലോകം കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. എ വേൾഡ് വിത്തിൻ എ വേൾഡ് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ആന്റോവാൻ ലീവൻഹോക്ക് അതിനെ വിശേഷിപ്പിച്ചത്. കുറേ ജീവികള് ഈ വെള്ളത്തിന്റെ അകത്ത് അവരുടേതായ ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാലം കാണാത്ത അല്ലെങ്കിൽ അറിയപ്പെടാത്ത കുറച്ച് ആളുകളെയാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ ഓർത്തു നോക്കിയേ, നമ്മൾ സാധാരണ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങരുത് അല്ലെങ്കിൽ കളിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ?
അതിൽ ബാക്ടീരിയ ഉണ്ടാവും എന്നൊക്കെ അറിയുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോ ബാക്ടീരിയ ആണോ പ്രോട്ടോസോവയാണോ അമീബയാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാർ അത് നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച് അവിടെ വെച്ചതാ. പക്ഷെ അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് ഈ ആൾക്കാരൊക്കെ നിരീക്ഷിച്ചത് നമ്മുടെ ആന്റോ വാൻ ലീവൻഹോക്ക് ആണ്. സോ വേറൊരു രീതിയിലും ആന്റോ വാൻ ലീവൻഹോക്ക് എന്ന ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏകകോശ ജീവികളെ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ ആദ്യമായി നിരീക്ഷിച്ചതാര്? അതിന്റെ ആൻസറും വരുന്നത് ആന്റോ വാൻ ലീവൻഹോക്ക് ആണ്. അദ്ദേഹം ആ വെള്ളത്തുള്ളി പരീക്ഷിച്ച സമയത്ത് അല്ലെങ്കിൽ നിരീക്ഷിച്ച സമയത്ത് അതിലിങ്ങനെ ഇളകി കിടക്കുന്ന കോശങ്ങൾ എന്ന് പറഞ്ഞത് ശരിക്കും ആരായിരുന്നു? ബാക്ടീരിയയും പ്രോട്ടോസോവയൊക്കെ ആയിരുന്നു. അപ്പൊ 2 ആൻസർ നമുക്ക് കിട്ടി. ജീവനുള്ള കോശം നിരീക്ഷിച്ചത് ആരാണ്? ആന്റോ വാൻ ലീവൻഹോക്ക് ആണ്. ഏകകോശ ജീവി അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം, ഏകകോശ ജീവികളെ നിരീക്ഷിച്ചതും ഇദ്ദേഹമാണ്. ഏകകോശ ജീവികൾ, ബാക്ടീരിയ, പ്രോട്ടോസോവ തുടങ്ങിയ ഏകകോശ ജീവികളെ ആദ്യമായി നിരീക്ഷിക്കുന്നതും ആന്റോ വാൻ ലീവൻഹോക്ക് ആണ്. ഇപ്പൊ 2 വയസ്സ് കിട്ടി അല്ലെ. ഇനി അടുത്തത്, നമ്മുടെ ഈ ആന്റോ വാൻ ലീവൻഹോക്കിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നറിയപ്പെടാറുണ്ട്. ഫാദർ ഓഫ് മൈക്രോബയോളജി. ഓക്കെ, ഈ ജീവികളെയൊക്കെ നമ്മൾ മൈക്രോബ്സ് എന്നല്ലേ പറയാ? ജീവികളെയൊക്കെ നമ്മൾ മൈക്രോബ്സ് എന്നാ പറയാ. അപ്പൊ മൈക്രോബ്സിനെ കുറിച്ച് പഠിക്കുന്നത് മൈക്രോബയോളജി. ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ആദ്യമായിട്ട് തന്നത് ആന്റോ വാൻ ലീവൻഹോക്ക് ആയതുകൊണ്ട് നമ്മൾ വിളിച്ചു ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത് ആന്റോ വാൻ ലീവൻഹോക്ക് ആണ്. ഓക്കെ, അപ്പൊ റോബർട്ട് ഹുക്കിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് കിട്ടി. ആന്റോ വാൻ ലീവൻഹോക്കിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലോകത്തെ ആദ്യത്തെ കോശമായിട്ട് കണക്കാക്കുന്നത് പ്രോട്ടോബയോൺസ് എന്ന് പറയുന്ന കോശമാണ്. ഓക്കെ, ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ ഒരു കോമൺ പൂർവികനിൽ നിന്നാണ് ഉണ്ടായത് എന്നൊക്കെ എവല്യൂഷൻ പരിണാമത്തിൽ പറയുന്നുണ്ട് അല്ലെ. അതായത് ഇന്നത്തെ ലോകത്ത് പലതരത്തിലുള്ള കോശങ്ങൾ കാണുന്നുണ്ട് അല്ലെ. കോശാംഗങ്ങൾ അടങ്ങിയ നല്ല ഘടനയുള്ള പല കോശങ്ങളുണ്ട്. ഈ കോശങ്ങളൊക്കെ ഉത്ഭവിച്ചത് ഒരു കോശത്തിൽ നിന്ന്, ഒരു പൂർവികനായ ഒരു കോശത്തിൽ നിന്നാണ്. അതിനെയാണ് പ്രോട്ടോബയോൺസ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാണുന്ന പോലെ കോശത്തിന്റെ ഉള്ളിലുള്ള എല്ലാ കോശാംഗങ്ങളൊക്കെ ചേർന്നുണ്ടായ ഒരു സാധനമൊന്നുമല്ല. ഇതൊരു ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഈ പ്രോട്ടോബയോൺസ് എന്ന് പറയുന്ന സാധനത്തിനെ ആരും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ പണ്ട് ഭൂമി ഉണ്ടായി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ലൈഫ് ഉണ്ടാകുന്നത് അല്ലെ. കടലിൽ നിന്നുണ്ടായി, പ്രൈമോഡിയൽ സൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കോൺസെപ്റ്റുകളുണ്ട്. ആ ഒരു സമയത്ത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അന്നത്തെ പ്രോട്ടോബയോൺസ് എന്ന് പറയുന്ന ഒരു കോശം, പ്രിക്കേഴ്സർ ടു ലിവിങ് സെൽ, ഇന്ന് കാണുന്ന ജീവനുള്ള കോശങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഈ പ്രോട്ടോബയോൺസിൽ നിന്നായിരിക്കാം എന്നാണ് സയന്റിസ്റ്റ് പറയുന്നത്. ഈ എവല്യൂഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുപഠിക്കാൻ പറ്റുന്നതല്ല. ഈ ഹൈപ്പോതെറ്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ചില കോൺസെപ്റ്റുകളും തിയറികളും വെച്ചിട്ടാണ് എവല്യൂഷൻ നമ്മൾ പഠിക്കുക. കാരണം എവല്യൂഷൻ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്നതല്ല, വർഷങ്ങളായിട്ട് എടുത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ് എവല്യൂഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോട്ടോബയോൺസ് എന്ന് പറയുന്നത് ആദ്യത്തെ കോശമായിട്ട് കണക്കാക്കുന്നു. ദാറ്റ്സ് നോൺ ആസ് പ്രിക്കേഴ്സേഴ്സ് ടു ലിവിങ് സെൽ. ഇന്നത്തെ ജീവനുള്ള എല്ലാ കോശങ്ങളുടെയും ഒരു പ്രിക്കേഴ്സർ ആണ്, ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ പ്രോട്ടോബയോൺസിൽ നിന്നാണ് എന്നാണ് എവല്യൂഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കോശമാണ് പ്രോട്ടോബയോൺസ്. ഇനി നമ്മളോട് ജനറൽ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏതാ? ലാർജസ്റ്റ് സെൽ, ഏറ്റവും വലിയ കോശം എന്നറിയപ്പെടുന്നത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഏറ്റവും വലിയ കോശമാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്നറിയപ്പെടുന്നത്. ഏകദേശം 1.78 കിലോ ആണ് വെയിറ്റ് വരുന്നത്. നോക്കിയ ഡിഫറെന്റ് ഓർഗാനിസത്തിന്റെ എഗ്ഗ് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതിൽ ഏറ്റവും വലുതായിട്ട് നമ്മൾ സൈഡിൽ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ ഓസ്ട്രിച്ചിന്റെ എഗ്ഗ് അല്ലെങ്കിൽ ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ കോശമാണത്. ഇനി അടുത്തത്, വലുത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടി അറിഞ്ഞിരിക്കണം, ചെറിയ കോശത്തിനെയും കൂടി അറിയണം. അപ്പൊ ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം എന്നറിയപ്പെടുന്നത് മൈക്കോപ്ലാസ്മ. ഏറ്റവും ചെറിയ കോശമാണ് മൈക്കോപ്ലാസ്മ എന്നറിയപ്പെടുന്നത്. ഈ മൈക്കോപ്ലാസ്മയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഓക്കെ, മൈക്കോപ്ലാസ്മ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് PPLO അല്ലെങ്കിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ വലുത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണെങ്കിൽ ചെറുത് PPLO അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മ എന്നറിയപ്പെടുന്ന ആളാണ്. ഇനി
നമ്മളോട് സാധാരണ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാൻ പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ് എന്നറിയണം. അണ്ഡമാണ്. നോക്കൂ, നമ്മൾ മനുഷ്യൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, സ്ത്രീ പുരുഷൻ എന്ന് വ്യത്യാസമില്ല. നമ്മൾ ഒറ്റ കാറ്റഗറി ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമാണ് എടുക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യനിലെ ഏറ്റവും വലിയ സെല്ല് അല്ലെങ്കിൽ കോശം എന്നറിയപ്പെടുന്നത് നമ്മുടെ അണ്ഡമാണ്. ഇനി വലിപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈസ് ഉണ്ടെന്നല്ല, 0.2 മില്ലിമീറ്റർ ആണ് സൈസ് വരുന്നത്. അതാണ് ഏറ്റവും വലിയ കോശമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇത് ഈ പിക്ചറിൽ കാണുന്ന ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്ന ആളാണ് നമ്മുടെ അണ്ഡം എന്ന് പറയുന്നത്. സ്ത്രീകളിലാണ് അണ്ഡം പ്രധാനമായിട്ട് കാണുന്നത് അല്ലെ. സ്ത്രീകളിൽ കാണുന്ന നമ്മുടെ പ്രത്യുൽപാദന കോശമാണ് അണ്ഡം എന്ന് പറയുന്നത്. അടുത്തത്, മനുഷ്യനിലെ ഏറ്റവും ചെറിയ കോശം ചോദിച്ചു കഴിഞ്ഞാൽ ബീജം അല്ലെങ്കിൽ പുംബീജം എന്ന് പറയാം. ബീജം അല്ലെങ്കിൽ പുംബീജം. 0.06 ആണ് സൈസ്. നമ്മുടെ അണ്ഡത്തിന് വെച്ച് നോക്കുമ്പോൾ നോക്കിയ സൈസ് വളരെ ചെറുതാണ് അല്ലെ. പുംബീജങ്ങളാണ് ഈ കാണുന്നത്. വാലുള്ള സ്ട്രക്ചറാണെന്നൊക്കെ നമ്മൾ പ്രത്യുൽപാദനത്തിൽ പഠിക്കുന്നതാണ് പുംബീജങ്ങള്. ഇനി പുംബീജങ്ങൾ സാധാരണയായിട്ട് മെയിൽസില്, പുരുഷന്മാരിലാണ് പുംബീജങ്ങള് കാണുന്നത്. പുരുഷന്മാരുടെ പ്രത്യുൽപാദന കോശങ്ങളെയാണ് പുംബീജങ്ങൾ എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 കേസ് കിട്ടി. മനുഷ്യ ശരീരത്തിലെ വലുത് അണ്ഡവും ചെറുത് പുംബീജവുമാണ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഇനി സാധാരണ നമ്മൾ കോശത്തിനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കോശം എന്നുള്ളത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഒരു കോശം, ഒരു മർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഒരു കോശം പഠിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ കോശത്തിന്റെ ഘടന വേറെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ഓർമ്മയുണ്ടോ ഏത് കോശാണെന്ന്? കോശ ശരീരം, ഡെൻഡ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പൂത്തിരി കത്തിയ പോലെ ഒരു കോശം പിടിച്ചിട്ടില്ലേ? ഈ കോശത്തിനെ നമ്മൾ വിളിക്കുക നാഡീകോശങ്ങൾ എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ പ്രത്യേകത നോക്കിയേ, മനുഷ്യ ശരീരത്തിലെ നീളം കൂടിയ കോശമാണ് നാഡീകോശം. വലിപ്പം എന്ന് ഉദ്ദേശിച്ചത് അതിന്റെ സൈസാണ് ഉദ്ദേശിച്ചത്. നീളം കൂടിയ കോശമാണ് നാഡീകോശം, നമ്മുടെ നെർവ് സെൽ എന്ന് പറയുന്നത്. നീളം കൂടിയതാണ് നാഡീകോശം. നാഡീകോശത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശവും നാഡീകോശമാണ്. ഓക്കെ, അപ്പൊ ആയുസ് കൂടുതലാണ്, നീളം കൂടുതലാണ്. ഏകദേശം 100 വർഷം വരെ നാഡീകോശത്തിന് ആയുസ്സുണ്ട്. നമ്മുടെ കേസിൽ നമ്മൾ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത്, ചെറുതായിരിക്കുന്ന സമയത്തുള്ള നാഡീകോശങ്ങൾ തന്നെയാണ് മരണം വരെയും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നാഡീകോശത്തിന് ഒരിക്കലും വിഭജിച്ച് പുതിയതായിട്ട് മാറാനുള്ള ശേഷിയില്ല. ക്ലിയർ ആണോ? ആ വിഭജിച്ച് പുതുതായിട്ട് മാറാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ തലച്ചോറ്, സുഷുമ്നയൊക്കെയാണ് ഈ നാഡീകോശങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. തലച്ചോറിനും സുഷുമ്നയ്ക്കും ഒക്കെ എന്തെങ്കിലും പരിക്ക് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നുണ്ടോ? തലച്ചോറിന് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കോമയിലായി പോവും. ഇനി സുഷുമ്നയ്ക്ക് എന്തെങ്കിലും തകരാറുകൾ, ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാലോ നമ്മൾ തളർന്ന അവസ്ഥയിലോട്ടും കിടക്കേണ്ടി വരും. അപ്പൊ ഈ 2 പ്രശ്നങ്ങളും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നാഡീകോശത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പൊ കയ്യിൽ ഒരു മുറി സംഭവിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ മാറി ശരിയാവുന്നില്ലേ? രക്തം കട്ട പിടിക്കുന്നുണ്ട്, പുതിയ സ്കിൻ സെൽസ് വന്നിട്ട് അതിനെ കവർ ചെയ്തിട്ട് ഒരു പാടുപോലും ഇല്ലാണ്ട് നമുക്ക് മാറ്റി തരുന്നുണ്ട്. പക്ഷേ നാഡീകോശങ്ങൾക്ക് ഉണ്ടാവുന്ന ക്ഷതങ്ങളെല്ലാം പെർമനന്റ് ആയിരിക്കും. കാരണം നാഡീകോശത്തിനെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാനോ റിപ്പയർ ചെയ്തെടുക്കാനോ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഇത്രയും കിട്ടിയോ? ഇതാണ് നാഡീകോശവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ ശരീരത്തില് എണ്ണത്തിൽ കൂടുതൽ ഏത് കോശമാണ് എന്നാണ് ചോദ്യം. നീളോ വലിപ്പോ ഒന്നും അല്ല ചോദിക്കുന്ന, എണ്ണത്തിൽ കൂടുതൽ ഏത് കോശമാണെന്ന് ചോദിച്ചാൽ RBC ആണ് എന്ന് പറയാം. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന കോശമാണ് RBC. പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചുവന്ന രക്താണു എന്നുള്ളൊരു പേരുണ്ട്, അരുണരക്താണു എന്നുള്ളൊരു പേരുണ്ട്. ഇനി സയന്റിഫിക് ആയിട്ട് വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ചുവന്ന രക്താണു, അരുണരക്താണു ഒക്കെ മലയാളത്തിൽ പറയുന്ന പേരാണ്. RBCനെ സയന്റിഫിക്കലി നമ്മൾ വിളിക്കുന്ന പേരാണ് എറിത്രോസൈറ്റ്. നോക്കിയ സൈറ്റ് കോശം. RBC, എറിത്രോസൈറ്റ്, ചുവന്ന രക്താണു, അരുണരക്താണു, ഇതെല്ലാം ഒരാളുടെ പേരാണ്. പ്രത്യേകത എന്താ?
മനുഷ്യന്റെ ശരീരത്തില് എണ്ണത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇയാളെ കാണാൻ പറ്റും. എണ്ണത്തിൽ കൂടുതലുള്ള കോശമാണ് ഈ RBC എന്ന് പറയുന്നത്. ഇനി അതിന്റെ താഴെ എത്ര ഏകദേശം എണ്ണം ഉണ്ട് എന്ന് നമുക്ക് എണ്ണാൻ പറ്റുമോ? ഒരു ക്യൂബിക് mm ബ്ലഡിൽ, അതായത് വളരെ കുറച്ച് ബ്ലഡ് എടുത്താൽ തന്നെ ഏകദേശം 4 മുതൽ 5.5 വരെ മില്യൺ RBCനെ കാണാൻ പറ്റും. ഒരു ക്യൂബിക് mm ബ്ലഡിലാണ് കേട്ടോ. ക്യൂബിക് mm ക്യൂബ് എന്ന് പറയില്ലേ, അത്രയും ബ്ലഡിൽ തന്നെ 4 മുതൽ അല്ലെങ്കിൽ 5.5 വരെ മില്യൺ RBCസിന് അത്രയും കുറച്ച് ബ്ലഡിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളെ ബോഡിയിൽ ഏകദേശം 5 to 6 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഉണ്ട്. അതിൽ അത്രയും എമൗണ്ട് ആണ് RBC ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത്രയും എണ്ണത്തിൽ കൂടുതലാണ് RBCയുടെ എണ്ണം എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി RBC എന്ന ആൻസർ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, കുറേ ക്വസ്റ്റ്യൻസ് വരും RBCയുമായി ബന്ധപ്പെട്ട്. നമ്മൾ രക്തം എന്ന് പറഞ്ഞ ഭാഗത്ത് കോശങ്ങൾ പഠിക്കുന്നതാണ്. ഇനി കോശം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ആയുസ് കൂടുതലുള്ള രക്തകോശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBC ആണ്. ഓക്കെ, ആയുസ് കൂടുതലുള്ള രക്തകോശം. നേരത്തെ നമ്മൾ പഠിച്ചു മനുഷ്യ ശരീരത്തിലെ ആയുസ് കൂടുതലുള്ള കോശം എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നാഡീകോശവും, രക്തകോശം എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ RBCയുമാണ്. ഓക്കെ, RBC ആണ് ആയുസ് കൂടുതലുള്ള രക്തകോശം. ഏകദേശം 120 ദിവസമാണ് ആയുസ്. ഓക്കെ, നാഡീകോശത്തിന് ഏകദേശം 100 വർഷത്തോളം ആയുസുണ്ട്. പക്ഷെ നമ്മുടെ RBCക്ക് ആകെ 120 ദിവസത്തെ ആയുസേ ഉള്ളൂ. RBC 120 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പുതിയത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പഴയത് നശിക്കുന്നു, പുതിയത് ഉണ്ടാക്കുന്നു. പക്ഷെ നാഡീകോശത്തിന് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, രക്തകോശം എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ RBC ചുമന്ന കളറിൽ ഇങ്ങനെ ഡിസ്ക് ഷേപ്പിൽ. എന്താ RBCന്റെ ഷേപ്പ്? ഡിസ്ക് ഷേപ്പ്. കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ബൈകോൺകേവ് ഷേപ്പാണ്. ബൈകോൺകേവ് എന്ന് പറയുന്ന ഷേപ്പാണ് നമ്മുടെ RBCക്ക് ഉള്ളത്. നമ്മുടെ ആൽപ്പലീബയുടെ മിഠായി ഇല്ല, ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ആ മിഠായി, ആ ഒരു മിഠായിൻ്റെ ഒക്കെ ഒരു ഷേപ്പാണ് ഏകദേശം നമ്മുടെ RBC എന്ന് പറയുന്ന ആൾക്കുള്ളത്. ആ ഷേപ്പ് കൊടുത്തതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. നമുക്ക് രക്തം പറയുന്ന സമയത്ത് നോക്കാം. ഓക്കെ, RBC എന്ന് പറയുന്ന ആളാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ്, നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു കോശമുണ്ട്. സ്കൂട്ടോയിഡ് എന്നാണ് പേര്. പുതുതായിട്ട് കണ്ടെത്തിയ കോശം ഇങ്ങനെയാണ് ആകൃതി കാണുന്നത്. ശരിക്ക് സ്കൂട്ടോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പിന്റെ പേരാ. നമ്മൾ ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സർക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു ഷേപ്പിനെ അല്ലേ, അതുപോലെ ഒരു ഷേപ്പിന്റെ പേര് തന്നെയാണ് എന്ത്? സ്കൂട്ടോയിഡ്. നമ്മൾ പ്രിസം ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ, ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പ്രിസം പഠിച്ചിട്ടുണ്ടാവും +1 +2 ആ പ്രിസത്തിന് ഒന്ന് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഷേപ്പാണ് ഏകദേശം സ്കൂട്ടോയിഡ് എന്ന് പറയുന്നത്. അപ്പം ശാസ്ത്രജ്ഞന്മാര് നിരീക്ഷിച്ച സമയത്ത് ഈ കോശങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഷേപ്പ് ഉള്ള ഇത് കാണാൻ പറ്റി. അപ്പൊ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആ ഷേപ്പിലായതുകൊണ്ട് ആ കോശത്തിന് എന്ത് തന്നെ പേരെടുക്കാം? സ്കൂട്ടോയിഡ് എന്നുള്ള പേര് തന്നെ അങ്ങ് കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ സ്കൂട്ടോയിഡ് കാണുന്നത് നമ്മുടെ എപ്പിത്തീലിയൽ കോശങ്ങളൊക്കെ അല്ലേ, എപ്പിത്തീലിയൽ കോശങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്നത് കേട്ടോ. എപ്പിത്തീലിയൽ കോശങ്ങളിലൊക്കെയാണ് ഈ സ്കൂട്ടോയിഡ് എന്ന് പറഞ്ഞ ഈ ഒരു ആകൃതിയിലുള്ള പ്രധാനപ്പെട്ട കോശങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കോശത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇനി ഈ കോശത്തിന്റെ അല്ലെങ്കിൽ സൈറ്റോളജി എന്ന് പറയുന്ന ഒരു ശാഖ ഉണ്ടല്ലോ, ഇന്ന് വളർന്ന് കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തി ഇരിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. പക്ഷെ ആ ഒരു ലെവലിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ മുന്നേ കുറച്ച് ആൾക്കാർ പണിയെടുക്കണ്ടേ. നമ്മളെ റോബർട്ട് ഹുക്കിനെയും ആന്റോവാൻ ലീവൻഹോക്കിനെയും ഒക്കെ പോലെ വേറെയും 2-3 ആൾക്കാർ സ്ഥിരം മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. നമ്മളോട് 4 പേര് ഒരു സൈഡിൽ തരും, 4 റീസൺസ് അല്ലെങ്കിൽ 4 കണ്ടുപിടുത്തങ്ങൾ തരും, അത് തമ്മിൽ മാച്ച് ചെയ്യാൻ ചോദിക്കും. നെറ്റിനും സെറ്റിനും കേട്ടറ്റിനും എല്ലാത്തിനും ജനറൽ PSC ഒക്കെ എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ ഈസ് റോബർട്ട് ബ്രൗൺ. അങ്ങനെ ഉണ്ടാവുന്ന കാറ്റഗറിയിലെ ഫസ്റ്റത്തെ ആളാണ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന ആള്. എന്ത് കണ്ടുപിടിച്ചു? നമുക്ക് ഒറ്റ സെന്റൻസ് മതി, ടെക്സ്റ്റിൽ വലിയ പോയിന്റ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള സാധനം ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കണ്ടുപിടിച്ചു. ഓക്കെ, റോബർട്ട് ബ്രൗണുമായിട്ട് ബന്ധപ്പെട്ടത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ടേമാണ്. ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം.
കോശത്തിന് ഒരു കേന്ദ്രമുണ്ട്, അതിനെ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത് റോബർട്ട് ബ്രൗൺ ആണ്. 1831 അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. സോ റോബർട്ട് ബ്രൗണ് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് 1831. ഈ വർഷവും ആ ഒരു കാറ്റഗറിയാണ് നമുക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിച്ചു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ആള് MJ ശ്ലീഡൻ. MJ ശ്ലീഡൻ കണ്ടുപിടിച്ചത് നമ്മുടെ റോബർട്ട് ഹുക്ക് ഓക്ക് മരങ്ങളിലാണ് കോശം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. നമ്മുടെ MJ ശ്ലീഡൻ എന്ത് ചെയ്തു, കുറച്ചധികം സസ്യങ്ങൾ എടുത്തു നോക്കി. നമുക്കറിയണമല്ലോ ഈ ഓക്ക് ട്രീയിൽ മാത്രമേ ഇതുപോലത്തെ അറകള കാണാനുള്ളൂ, ബാക്കിയുള്ളവരിലൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് MJ ശ്ലീഡൻ കുറേ സസ്യങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. എല്ലാ സസ്യവും അദ്ദേഹം ഏതൊക്കെ സസ്യം എടുത്തു നോക്കിയോ ഈ സസ്യങ്ങളിൽ മുഴുവനും എന്തുണ്ട്, കോശമുണ്ട്, ഇങ്ങനെ അറകൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ചു. സോ അദ്ദേഹം പറഞ്ഞു, MJ ശ്ലീഡൻ പറഞ്ഞു, നമ്മൾ ഇനി ഓരോരോ മരത്തിലുണ്ട്, മാവിലുണ്ട്, പ്ലാവിലുണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞത് എന്താ, അല്ലെങ്കിൽ MJ ശ്ലീഡൻ നമുക്ക് പറഞ്ഞു തന്നത് എന്താ, സസ്യശരീരം കോശനിർമ്മിതം. ഏത് സസ്യത്തിന് എടുത്തു കഴിഞ്ഞാലും എന്തുണ്ട്, കോശങ്ങളുണ്ട്. സസ്യശരീരം കോശനിർമ്മിതം എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിക്കും, MJ ശ്ലീഡൻ ആണ്. സസ്യശരീരം കോശനിർമ്മിതം എന്ന് MJ ശ്ലീഡൻ പറഞ്ഞു. 1838 ഈ ഒരു കണ്ടുപിടുത്തം അദ്ദേഹം നടത്തുന്നത്. ഓക്കെ, 1838 MJ ശ്ലീഡൻ സസ്യശരീരം കോശനിർമ്മിതം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആരെങ്കിലും ഒരാള് ജന്തു ശരീരവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടാവും അല്ലെ. തൊട്ടടുത്ത വർഷം അടുത്തൊരു ഇത് വരികയാണ് 1839 നമ്മുടെ തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന ആൾ അടുത്ത കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തന്നു. സസ്യശരീരം മാത്രമല്ല ജന്തു ശരീരവും കോശനിർമ്മിതം. ഏതൊരു ജന്തുവിന്റെ ശരീരം എടുത്താലും അത് കോശങ്ങൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. സോ ജന്തു ശരീരം കോശനിർമ്മിതം എന്ന് പറഞ്ഞതാരാ, തിയോഡർ ഷ്വാൻ ആണ്. ഏത് വർഷം, 1839 ഈ ഒരു പ്രസ്താവന വരുന്നത്. 1839 ജന്തു ശരീരം കോശനിർമ്മിതം എന്ന് പറഞ്ഞത് തിയോഡർ ഷ്വാൻ ആണ്. ഇനി നാലാമത്തെ ആള് റുഡോൾഫ് വിർഷോ. റുഡോൾഫ് വിർഷോ ഒറ്റ സെന്റൻസിൽ ഓർക്കാം, കോശ വിഭജനം. കോശങ്ങൾ വിഭജിക്കുന്നുണ്ടോ എന്ന് പറയുന്നു, വിഭജിക്കുന്നു, കോശം വിഭജിക്കുന്നു. കോശ വിഭജനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത് റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ആളാണ്. എന്താ കോശ വിഭജനം, അതിനെപ്പറ്റി അവിടെ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് അറിയേണ്ടത് കോശ വിഭജനം കണ്ടെത്തി എന്നുള്ളതാ. വിഭജിക്കുന്ന കോശങ്ങളെ ആദ്യമായിട്ട് നിരീക്ഷിക്കുന്നത് റുഡോൾഫ് വിർഷോ ആണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ ഉണ്ടാവുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ലക്ഷക്കണക്കിന് കോശങ്ങളുണ്ട്. ഇതില് ഓരോ കോശം ഓരോ നേരത്തെ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ പറന്ന് വന്ന് കൂടി ചേർന്നതല്ല. നിലവിലുള്ള കോശങ്ങൾ വിഭജിക്കും, അത് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാവും. അതുവഴിയാണ് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയൊക്കെ നടന്നിട്ടുള്ളത് എന്നാണ് ആര് പറഞ്ഞത്, റുഡോൾഫ് വിർഷോ. ആ കണ്ടെത്തലിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 10-15 കൊല്ലത്തിന്റെ മുകളിൽ ടൈം എടുത്തു. കാരണം അദ്ദേഹത്തിന് അത് പഠിക്കേണ്ട കുറച്ച് ടൈം എടുത്തു. എല്ലാത്തിലും ഇങ്ങനെ നടക്കുന്നുണ്ടോ, എല്ലാ ജീവികളിലും കോശവിഭജനം ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരീക്ഷണങ്ങളിലൂടെയൊക്കെ കണ്ടുപിടിക്കേണ്ടി വന്നു. സോ 1858 പഴയ SCERT പുസ്തകത്തില് 1858 എന്നാണ് ഇയർ കൊടുത്തത്. പുതിയ ടെക്സ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് 1855 എന്നാണ് ഇയർ കാണിക്കുന്നത്. അത് രണ്ടും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ റുഡോൾഫ് വിർഷോ ഈ പഠനങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ 1855 ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. 1858 ചിലപ്പോൾ അത് പബ്ലിഷ് ആയിട്ട് പുറത്ത് വന്നത്. അപ്പൊ ശരിക്ക് ഹയർ ടെക്സ്റ്റിൽ ഓരോ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇയറിൽ ചെറിയ മാറ്റങ്ങൾ കാണാറുണ്ട്. നമുക്ക് SCERT PSC ലെവലിലാവുമ്പോൾ നമ്മൾ SCERTയിലുള്ള ഓപ്ഷൻസ് ആണ് നോക്കേണ്ടത്. രണ്ടും കൂടി എന്തായാലും ഒരുമിച്ച് ഓപ്ഷനിൽ വരില്ല. 1858 അല്ലെങ്കിൽ 1855 റുഡോൾഫ് വിർഷോ കണ്ടെത്തലുകൾ നടത്തുന്നത്. ഓക്കെ, നമ്മൾ നെറ്റിൽ അടിക്കുന്ന സമയത്ത് ചിലപ്പം വേറെ ഇയർ കാണിക്കും. ഇനി സെൽ ബയോളജിയുടെ ഹയർ ടെക്സ്റ്റുകൾ എടുക്കുന്ന സമയത്ത് ഇത് രണ്ടും അല്ലാത്ത ചിലപ്പോൾ ടേംസ് ആയിരിക്കും, ഇയേഴ്സ് ആയിരിക്കും കാണിക്കുന്നത്. അത് ഒന്നും തെറ്റായതുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റി പറയുന്നതുകൊണ്ടോ ഒന്നുമല്ല. ഒരു കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ അതിന് പല പല ഘട്ടങ്ങളുണ്ട്. ആദ്യം ആ നിരീക്ഷിക്കുന്ന ആള് കണ്ടെത്തിയത് ഒരു സമയത്തായിരിക്കും. അത് ആ ലാബിൽ നിന്ന് ആ ന്യൂസ് പുറത്ത് വിട്ട സമയം വേറൊരു ഇയർ ആയിരിക്കാം. അത് പബ്ലിഷ് ചെയ്ത് നമ്മളൊരു
ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ട് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അതൊരാൾ വായോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സയന്റിഫിക്കലി നമ്മൾ ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഓരോ പുസ്തകവും ഇതിലുള്ള ഓരോരോ ഡേറ്റ് ആയിരിക്കും ചിലപ്പം കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പല പല ഇയറുകൾ വരുന്നത് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പം 4 പേര് ആരൊക്കെയാണ്? 4 പേര് നമ്മളിപ്പോൾ പറഞ്ഞ 4 പേര്: റോബർട്ട് ബ്രൗണ്, എം ജെ ശ്രീഡൻ, തിയോഡർ ഷ്വാൻ, റുഡോൾഫ് വിർഷോ. 4 പേരുടെയും കണ്ടെത്തലുകൾ എന്താണെന്നും ഏത് വർഷമാണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടലി 6 ആൾക്കാരുടെ പേരാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ, ഇൻക്ലൂഡിങ് നമ്മുടെ റോബർട്ട് ഹുക്കും ആൻഡ് വാൻ ലീവൻ ഹോക്കും. ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിയിട്ട് പ്രസ്താവനകൾ കേട്ടറ്റിനൊക്കെ ഒരുപാട് പ്രാവശ്യം കാറ്റഗറി 2ലും 3ലും ഒക്കെ ഒരുപാട് പ്രാവശ്യം ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, ദെൻ സെൽ തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കോശ സിദ്ധാന്തമാണ് സെൽ തിയറി. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ തിയറി. എന്താ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാരാംശമാണ്. അതായത് കോശത്തിനെ കുറിച്ച് ഇപ്പോൾ കുറേ ആൾക്കാർ കുറേ കണ്ടെത്തലുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെ എല്ലാത്തിനെയും കൂടി എന്ത് ചെയ്തു, ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങ് പബ്ലിഷ് ചെയ്യണം. എന്ത് പറഞ്ഞു നോക്കിയേ? എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും ശരീരം കോശനിർമ്മിതമാണ്. സസ്യങ്ങൾ, ജന്തുക്കൾ, ആന, പൂച്ച, മനുഷ്യൻ, മാവ് എന്നൊന്നുമില്ല. ഏത് ജീവനുള്ള ഒരു വസ്തുവാണെങ്കിൽ, അതിനി ഒരു ബാക്ടീരിയ ആണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്? കോശം കൊണ്ടാണ് എന്ന് പറയുന്ന തിയറിയാണ് കോശ സിദ്ധാന്തം. ആരാണ് ആ തിയറി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ 2 പേരാണ്. നമുക്കറിയുന്ന 2 പേര് തന്നെയാണ്, എം ജെ ശ്ലീഡനും തിയോഡർ ഷ്വാനും. രണ്ടും കൂടെ ഷോർട്ടായിട്ട് നമ്മൾ കൊടുത്തു, ശ്ലീഡൻ ആൻഡ് ഷ്വാൻ എന്ന് പറയും. എം ജെ ശ്ലീഡനും തിയോഡർ ഷ്വാനും കൂടി ഈ കോശത്തിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് സമന്വയിപ്പിച്ച് ഒരു കൺക്ലൂഷൻ കൊടുത്തു. ഏത് ജീവനുള്ള വസ്തുവിന്റെയും ശരീരം കോശനിർമ്മിതമാണ് എന്ന് പറഞ്ഞ തിയറിയാണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം. അപ്പൊ അതിന് 2 ക്വസ്റ്റ്യനെ ചോദിക്കുക. സാധാരണ ആവിഷ്കരിച്ച ആളുടെ പേര് ശ്ലീഡനും ഷ്വാനും. ഇനി താഴെ 2-3 പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയുന്ന ഒരു കാര്യം, ബാക്ടീരിയ എന്ന് പറയുന്ന ജീവിയിലും കോശമുണ്ട്. ഏറ്റവും കോംപ്ലക്സ് എന്ന് നമ്മൾ പറയുന്ന മനുഷ്യന്റെ കേസിലും കോശങ്ങളാണുള്ളത്. പക്ഷേ കോശം എന്ന് പറയുന്ന ഒരു വ്യക്തമായ ഘടന ഇല്ലാത്ത കുറച്ച് ജീവികളും കൂടി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോ കോശ സിദ്ധാന്തം അംഗീകരിക്കാത്ത ജീവികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വൈറസുകൾ, വൈറോയിഡുകൾ, പ്രയോണുകൾ. 3 പേരാണ്, വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ്. ഇവർക്ക് 3 പേർക്കും കോശം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. നമ്മളിനി പറയാൻ പോകുന്ന കോശത്തിലെ ഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ പറഞ്ഞ ആളുകൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ കോശ സിദ്ധാന്തം അംഗീകരിക്കാത്ത ജീവികളാണ് ഇവര്. ചില ആൽഗകളൊക്കെ ഉണ്ട്, എന്നാലും പ്രധാനമായിട്ട് നല്ല ഭംഗിയുള്ള കുറച്ച് പേരുകൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തതാണ്. അപ്പൊ വൈറസിന് പിന്നെ എന്താ ഉള്ളത്? വൈറസിനുള്ളത് ഒരു ജനിതക മെറ്റീരിയൽ ഉണ്ടാവും. അത് DNA ആവാം, RNA ആവാം, ഇതിലേതെങ്കിലും ആവാം. അധിക വൈറസിനും RNA ആണ് കാണുന്നത്. ഓക്കെ, വൈറസിന് അധികവും RNA ആണ് ഉണ്ടാവുക. ഇനി DNA ഉള്ള വൈറസുകളും ഉണ്ട്. ഇപ്പൊ ഒരു ജനിതക മെറ്റീരിയൽ ഉണ്ടാവും. പിന്നെ ഈ വൈറസിന്റെ ജനിതക മെറ്റീരിയലിനെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ടാവും. പ്രോട്ടീൻ കോട്ട്. ഇത്രയാണ് ഒരു വൈറസിന്റെ ബേസിക് ആയിട്ടുള്ള ഘടന എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മർമ്മം കാണൂല, മൈറ്റോകോൺട്രിയ ഇല്ല, റൈബോസോം ഇല്ല. നമ്മളിനി പഠിക്കാൻ പോകുന്ന ആരും ഇതിൻ്റെ അകത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ വൈറസ് ജീവിച്ചു പോകുന്നത്? വൈറസുകൾ അധികവും പാരസൈറ്റുകളാണ് എന്ന് പഠിച്ചിട്ടില്ലേ? വൈറസുകൾ അധികവും പാരസൈറ്റുകളാണ്. ഒന്നിക്ക് ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറും, അല്ലെങ്കിൽ ഒരു സസ്യത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവരുടെ കോശത്തിന്റെ സഹായത്തോട് കൂടിയിട്ടേ ജീവിക്കുള്ളൂ. വൈറസിന് സ്വന്തമായിട്ട് നിലനിൽക്കേണ്ട ആവശ്യം അധിക കേസിലും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വൈറസിന് എന്ത് വേണ്ട, സ്വന്തമായിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ സ്വന്തമായിട്ട് കോശം വേണ്ട, ആരുടെയെങ്കിലും ഉള്ളിൽ കയറുക, അവരുടെ മെഷീനറീസ് ഉപയോഗിച്ചിട്ട് ജീവിക്കുക എന്നുള്ളതേ ആര് ചെയ്യുള്ളൂ? വൈറസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാണ് ബേസിക് ഘടന. ഇനി ഈ പ്രോട്ടീൻ കോട്ടിലൊക്കെ ഓരോരോ വൈറസിന്റെയും പ്രോട്ടീൻ കോട്ടിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കൊറോണയൊക്കെ പഠിച്ച സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ഘടനകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. HIV ഘടനയിലൊക്കെ പ്രോട്ടീൻ കോട്ടിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പല പല ഷേപ്പിലൊക്കെ ഇതിങ്ങനെ കാണുന്നത് എന്നുള്ളൂ. ബേസിക് ആയിട്ട് ഒരു ജനിതക മെറ്റീരിയലും ഒരു പ്രോട്ടീൻ കോട്ടുമാണ് ആർക്കുള്ളത്? വൈറസിനുള്ളത്. അപ്പൊ വൈറസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് ഓർക്കാം.
ഇനി ഈ വൈറോയിഡ്സിനെയും പ്രയോൺസിനെയും ഒക്കെ അധികവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ വൈറസിന്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയാറ്. വൈറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനിതക മെറ്റീരിയൽ മാത്രമുള്ള ജീവികൾ, വേറെ ഒന്നുമില്ല. ജനിതക മെറ്റീരിയൽ മാത്രമുണ്ട്, വേറെ പ്രോട്ടീൻ കോട്ടോ കോശത്തിന്റെ ഭാഗങ്ങളോ ഒന്നും ഇല്ലാത്ത ജീവികളെ നമ്മൾ പറയുന്ന പേരാണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി പ്രയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിതക മെറ്റീരിയലും ഇല്ല, ആകെ കൂടെ പ്രയോൺസിനുള്ളത് കുറച്ച് മിസ്ഫോൾഡഡ് ആയിട്ടുള്ള കുറച്ച് പ്രോട്ടീൻസ് ചേർന്നതാണ് പ്രയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രയോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോട്ടീനുകൾ ഇങ്ങനെ മിസ്ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് പ്രയോൺസ്. പക്ഷെ ഘടന വളരെ സിമ്പിൾ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 3 പേരും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. 3 പേരും നമുക്ക് എന്തുണ്ടാക്കുന്നുണ്ട്? അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവർ 3 പേരും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി നമ്മുടെ കോശത്തിന്റെ ഗുണമുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രതിരോധ വ്യവസ്ഥയെ അത് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ സെൽ തിയറി അംഗീകരിക്കാത്ത ജീവികളാണ് നമ്മുടെ വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ്. ബാക്കിയുള്ളതൊക്കെ ബാക്ടീരിയ വരെ നമ്മൾ ഏറ്റവും ചെറിയായിട്ട് മോശക്കാരനായിട്ട് കണക്കാക്കുന്ന ഒരാള് ബാക്ടീരിയ. ആ ബാക്ടീരിയക്ക് വരെ കോശ സിദ്ധാന്തം എന്താന്നുള്ളത് അറിയാം, അല്ലെങ്കിൽ കോശം എന്താണെന്നുള്ളത് അറിയുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പൊ കോശ സിദ്ധാന്തം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കോശത്തിന്റെ എണ്ണം അനുസരിച്ച് മൊത്തം ജീവികളെ 2 ഗ്രൂപ്പാക്കിയിട്ട് തിരിക്കാൻ പറ്റും. കോശത്തിന്റെ എണ്ണം അനുസരിച്ചിട്ട് ഏകകോശ ജീവികളും ഉണ്ട്, ബഹുകോശ ജീവികളും ഉണ്ട്. ഏകകോശ ജീവികളും ഉണ്ട്, ബഹുകോശ ജീവികളും ഉണ്ട്. എന്താ വ്യത്യാസം? ഏകം എന്ന് പറഞ്ഞാൽ 1. ശരീരത്തിൽ ഒറ്റ കോശം മാത്രമുള്ള ആളുകളാണ് ഏകകോശ ജീവികൾ. ഒറ്റ കോശം മാത്രം, ഏകകോശ ജീവികൾ. ഇനി 2 കോശമുള്ളതിന് ഒരു പേര്, 3 കോശത്തിന് ഒരു പേര് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നിലധികം കോശമുള്ളവരെ നമ്മൾ ബഹുകോശ ജീവികൾ എന്ന് വിളിച്ചു. സോ ഒന്നിലധികം. അപ്പൊ 1 കോശമുള്ളത് ഏകകോശ ജീവികളും ഒന്നിലധികം കോശങ്ങളുള്ളത് ബഹുകോശ ജീവികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത്. എക്സാമ്പിൾ ആരൊക്കെയാ ഏകകോശ ജീവികൾക്ക്? അമീബ, പാരമീസിയം, യുഗ്ലീന, അതുപോലെ തന്നെ ബാക്ടീരിയകൾ. ഇത്രയും ആൾക്കാർ വരുന്നുണ്ട്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ തുടങ്ങിയവയൊക്കെ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ ബഹുകോശ ജീവികളാണ് മനുഷ്യൻ, മൃഗങ്ങൾ, സസ്യങ്ങൾ. മനുഷ്യൻ, മൃഗങ്ങൾ, സസ്യങ്ങൾ തുടങ്ങിയവയൊക്കെ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. ബഹുകോശ ജീവികൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി ഇതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയാത്ത 2 പേര്, നമ്മൾക്ക് ഫംഗസുകളെ കുറിച്ചിട്ടും ആൽഗകളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഇതില് ഈ ഫംഗസിനെ ആൽഗേനെ നമുക്ക് പൂർണ്ണമായിട്ട് ഏകകോശ ജീവിയാണ്, ബഹുകോശ ജീവിയാണ് എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ചില ഫംഗസുകൾ ഏകകോശ ജീവികളാണ്, ചില ഫംഗസുകൾ ബഹുകോശ ജീവികളാണ്. അതുപോലെ ചില ആൽഗകൾ ഏകകോശത്തിലും വരുന്നുണ്ട്, ചില ആൽഗകൾക്ക് ബഹുകോശ ജീവികളിൽ വരുന്ന ആൽഗകളും ഉണ്ട്. അപ്പൊ അത് 2 വിഭാഗത്തിലും കാണുന്ന ആളാണ്. അപ്പൊ ഫംഗസിൽ 1-2 നമുക്ക് അറിയുന്ന 1-2 പേരുണ്ട്. ഈസ്റ്റ് എന്ന് പറയുന്ന ആൾ അറിയില്ലേ? നമ്മൾ ഫെർമെന്റേഷൻ, പുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന. അപ്പൊ ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. ശരിക്കും ഫംഗസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്ന ആളാണ്. അപ്പൊ ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആള് ഒരു ഏകകോശ ജീവിയാണ്. ഫംഗസ് എല്ലാതും ഏകകോശ ജീവിയാണ് എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈസ്റ്റില് ഫംഗസ് എന്ന് പറയുന്ന ആള്, ഫംഗസില് ഈസ്റ്റ് എന്ന് പറയുന്ന ആള് ഏകകോശ ജീവിയാണ്. ഈസ്റ്റ്. ഓക്കെ, അപ്പൊ ബാക്ടീരിയന്റെ കൂടെ നമുക്ക് ഫംഗസിൽ ആരെ മാത്രം ഇതിൽ ഉൾപ്പെടുത്താം? ഈസ്റ്റിന് ഉൾപ്പെടുത്താം. ഇനി ഈസ്റ്റ് അല്ലാതെ ഫംഗസിൽ വരുന്ന മറ്റൊരു ഗ്രൂപ്പാണ് മോൾഡുകൾ എന്ന് പറയുന്ന ആള്. മോൾഡുകള് ഒരു ബഹുകോശ ജീവിയാണ്. മോൾഡ്, MOLDS, മോൾസ് എന്ന് പറയും. മോൾസിന് എക്സാമ്പിൾ നമുക്കറിയാം. പെനിസിലിൻ എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ഏതെന്നാ? പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നാണ്. അത് ശരിക്ക് പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്നത് ഒരു മോൾഡിന് എക്സാമ്പിളാ. ഫംഗസ് തന്നെയാണ് ആള്, പക്ഷെ ഫംഗസിൽ വരുന്ന ഒരു സബ് ഗ്രൂപ്പാണ് മോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോൾഡുകൾ ബഹുകോശ ജീവികൾ എന്നുള്ള വിഭാഗത്തിലും ഈസ്റ്റ് എന്ന് പറയുന്ന ആള് ഏകകോശ ജീവികളിലും വരുന്നതാണ് എന്ന് ഓർക്കുക. നമുക്ക് അറിയുന്ന 2 ആൾക്കാരായതുകൊണ്ട് മാത്രം പറഞ്ഞതാ. ഇനി ആൽഗകളുടെ കേസിലും ഏകകോശ ജീവികളായിട്ടുള്ള ആൽഗകളും ഉണ്ട്, ബഹുകോശ ജീവികളായിട്ടുള്ള ആൽഗകളും ഉണ്ട്.
ഓക്കെ. പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏകകോശ ജീവിയായ മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. മനുഷ്യനും മൃഗങ്ങളും സസ്യങ്ങളിലൊക്കെ ഒന്നിലധികം കോശങ്ങൾ മാത്രമേ ഉള്ളൂ. ഒറ്റ കോശമുള്ള ഈ പറഞ്ഞ വിഭാഗം ഒന്നും നമ്മുടെ ചുറ്റുപാട് കണ്ടെത്തിയിട്ടില്ല. സോ ബഹുകോശ ജീവികളാണ് മനുഷ്യൻ, മൃഗങ്ങൾ, സസ്യങ്ങൾ. എക്സ്ട്രാ ഓർത്ത് വെക്കുക, ഫംഗസിൽ വരുന്ന മോൾഡുകൾ മാത്രം. ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് മർമ്മം അനുസരിച്ച്. ഈ ലോകത്തുള്ള കോശത്തിന് അധിക കോശങ്ങൾക്ക് മർമ്മമുണ്ട്. ഇനി മർമ്മം അനുസരിച്ച് നമുക്ക് 2 ഗ്രൂപ്പായിട്ട് തരംതിരിക്കാൻ പറ്റും. പ്രോ കാരിയോട്ടുകളും യു കാരിയോട്ടുകളും. ഈ കാരിയോ എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, കാരിയോ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം. അപ്പൊ പ്രോ കാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ മർമ്മം ഇല്ലാത്ത ജീവികൾ. വ്യക്തമായ മർമ്മം ഇല്ല. വ്യക്തമായ മർമ്മം ഇല്ലാത്ത ജീവികളെ വിളിക്കുന്ന പേരാണ് പ്രോ കാരിയോട്ടുകൾ. ഇനി വ്യക്തമായ മർമ്മം ഉള്ള ജീവികളെ നമ്മൾ വിളിക്കും യു കാരിയോട്ട്. അപ്പൊ വ്യക്തമായ ഒരു മർമ്മമുള്ള ജീവികളാണ് യു കാരിയോട്ടുകൾ. പ്രോ കാരിയോട്ട്സും ഉണ്ട്, യു കാരിയോട്ട്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോ കാരിയോട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ബാക്കി അതല്ലാത്തതാണെന്ന് ഓർക്കുക. ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, സയനോ ബാക്ടീരിയ തുടങ്ങിയ ജീവികളൊക്കെ പ്രോ കാരിയോട്ടുകളാണ്. അവരുടെ ശരീരത്തിൽ കോശമുണ്ടെങ്കിലും കോശത്തിൻ്റെ അകത്ത് വ്യക്തമായിട്ടൊരു ന്യൂക്ലിയസ് ഇല്ല. എന്നാൽ യു കാരിയോട്ട് വ്യക്തമായ മർമ്മത്തോടു കൂടിയ ന്യൂക്ലിയസോട് കൂടിയ ജീവികളാണ് നമ്മുടെ ഹയർ ഓർഗാനിസംസ്. അതായത് ഈ 3 പേരെ അല്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ ഹയർ ഓർഗാനിസംസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഏകകോശ ജീവിയായ അമീബയടക്കം യു കാരിയോട്ടിൽ വരുന്നതാ. അമീബ മാത്രമല്ല, പാരമീസിയം യു കാരിയോട്ടാണ്. പാരമീസിയം, അമീബ, അനിമൽസ്, പ്ലാന്റ്സ്, മനുഷ്യനടക്കം യു കാരിയോട്ടിൽ വരുന്ന ആൾക്കാരാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ എക്സാമ്പിള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. നമ്മൾ പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എക്സാമ്പിളും ഡെഫിനിഷനും എന്താണ് എന്ന് ഓർത്ത് വെച്ചതിന് ശേഷം മാത്രം പഠിക്കാം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് പ്രോക്യാരിയോട്ടിന്റെ എക്സാമ്പിൾ പഠിക്കുക. അതല്ലാതെ ഓപ്ഷനിൽ വരുന്ന അധിക ആളുകളും ഏതിൽ തന്നെ വരുന്നതാ, യൂക്യാരിയോട്ട് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വ്യക്തമായ മർമ്മത്തോടു കൂടി വരുന്നതാ. നമ്മുടെ ഫംഗസുകളെല്ലാം യൂക്യാരിയോട്ടാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നേരത്തെ നമുക്ക് ഏകകോശം ബഹുകോശം എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഫംഗസിന്റെ കേസിൽ. പക്ഷെ മർമ്മത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫംഗസുകളൊക്കെ യൂക്യാരിയോട്ടുകളാണ്. വ്യക്തമായ മർമ്മം. ഏകകോശ ജീവിയായ ഈസ്റ്റിനും മർമ്മമുണ്ട്, ബഹുകോശ ജീവിയായ മോൾഡിനും മർമ്മമുണ്ട്. സോ രണ്ടുപേരും ഫംഗസ് ഒരുമിച്ച് യൂക്യാരിയോട്ട് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്ന ആളുകളാണ്. ക്ലിയർ ആണോ? ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് കോശത്തിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ടറുകൾ കേട്ടോ. കോശത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് എണ്ണത്തിൽ എത്ര ക്ലാസിഫൈ ചെയ്യാം, പിന്നെ അതുപോലെ മർമ്മത്തിനനുസരിച്ചിട്ട് എത്ര ഗ്രൂപ്പ് ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കോശവുമായി ബന്ധപ്പെട്ട കുറച്ച് സയന്റിസ്റ്റുകൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ കോശത്തിന്റെ ഘടന എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്